നമസ്കാരം, ന്യായവീതി എന്ന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, പല സ്ഥലങ്ങളിലും ഒരുപാട് വരകളൊക്കെ വരച്ചിട്ടുണ്ട്. അത് ഈ ട്രാഫിക് സിഗ്നൽസ് നിന്ന് പണ്ട് കുറച്ച് സിഗ്നൽസ് മാത്രം ഉണ്ടായിരുന്നു, അത് മാത്രം പഠിച്ച് പാസ്സായ ആൾക്കാർ കുറേ പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ പുതിയ പുതിയ സിഗ്നൽസുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അതുപോലെ റോഡുകളിലും ഒരു വര ഇട്ടിട്ടുണ്ട്, പിന്നെ അത് വര നീണ്ടുപോകുന്നു, അതിൻ്റെ കൂടെ ഒരു മഞ്ഞ വര കാണുന്നു, പിന്നെ മഞ്ഞ വര വെള്ള, ഇങ്ങനെ ഒരുപാട് വരകൾ. ഇതൊന്നും പബ്ലിക്കിന് അറിയാൻ പാടില്ല. അപ്പോൾ ഇത്തരം വരകളെക്കുറിച്ചാണ് സാറ് പറയേണ്ടത്. എന്താണ് ഈ വരകൾ, ഈ വരകൾ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് പറയും. ഇപ്പോ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ വരകൾ ഉള്ളത്. ഇത് അറിയുക എന്നുള്ളത് അതെ കൺഫ്യൂഷനാണ്. എന്താണ് ഈ വര വരച്ചിരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. ഇത് ശരിക്കും വാഹനം ഉപയോഗിക്കുന്ന ആൾ അറിഞ്ഞില്ലെങ്കിൽ ആ വര വരച്ചിരിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഇതിനകത്ത് റോഡ് കോൺഗ്രസ്, നാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അവരുടേതാണ് ഈ കൺസെപ്റ്റ്, ഈ വരകൾ വരുന്നത്. നാഷണൽ ഹൈവേയിൽ അതെ അതെ അതൊരു കോഷണറി ആണ്, കോഷണറി ആയിട്ടുള്ള ഇതാണ്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. റോഡിൽ തുടർച്ചയായിട്ട് വെള്ള വര കാണുന്നു. അതെങ്ങനെ, മധ്യഭാഗത്താണോ അതോ ഇടതുവശത്തോ വലതുവശത്തോ അങ്ങനെയാണോ? അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നടുക്കൊരു വെള്ള വരയും വലതുവശത്തൊരു വെള്ള വര, ഇടതുവശത്തൊരു വെള്ള വര. ഇങ്ങനെ കാണുന്ന റോഡ് എന്ന് പറയുന്നത് രണ്ട് ട്രാക്കായിട്ടാണ് ഇത് കാണുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വാഹനം വരുന്നുണ്ട്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വാഹനം പോകുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ലൈൻ നമ്മൾ കാണുന്ന സമയത്ത് രണ്ട് ട്രാക്കായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. ഈ ഇടതുവശത്ത് കാണുന്ന ലൈൻ എന്ന് പറയുന്നത് അതുവരെയാണ് നമുക്ക് ഈ വാഹനം ഓടിച്ചു പോകുന്ന ആൾക്ക് കാരിയജ് വേ എന്നാണ് അത് പറയുന്നത്. അതുവരെ നമുക്ക് പെർമിറ്റ്. അപ്പൊ ആ വൈറ്റ് വര വരെ മാത്രമേ വരാൻ പാടുള്ളൂ, അതിനിടത്തോട്ട് കടക്കാൻ പാടില്ല. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡിൽ വരുന്നത് സാറ് പറഞ്ഞതനുസരിച്ചാണ്. അവിടെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള അനുമതിയും ഇല്ല എന്നുള്ളതാണ്. പലരും അവിടെ ഈ വരയുടെ അപ്പുറം പാർക്ക് ചെയ്യാൻ സ്കൂട്ടറോ കാറോ പാർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരിയജ് വേ എന്ന് പറയുമ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഫോൺ വന്നു, ഈ കാരിയജ് വേയിലേക്ക് നമുക്ക് മാറ്റി വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ഈ ഫോൺ സംസാരിച്ച് കഴിഞ്ഞു, എന്നിട്ട് അതിനുശേഷം തുടരാൻ വേണ്ടി അപ്പൊ പാർക്ക് അവിടെ ജസ്റ്റ് ഒരു ഇടയ്ക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അവിടെ പക്ഷേ വണ്ടി പെർമനന്റ് പാർക്കിംഗ് ഇല്ല. എന്നിട്ട് വീണ്ടും അയാളെടുത്ത്. അപ്പൊ ഈ വരയുടെ ഇടതുവശത്തുകൂടി സ്കൂട്ടറും പോകാൻ പാടില്ല. സ്കൂട്ടർ പോകാനുള്ളതല്ല. പിന്നെ ഈ വെള്ള വരകൾ മഞ്ഞ വരകളാകുകയാണെങ്കിൽ നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ആ ഭാഗത്ത് പ്രവേശനമില്ല. അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ പാർക്ക് ചെയ്തും സംസാരിക്കാൻ പാടില്ല. അവിടെ ക്ലോസ് ചെയ്യാനേ പറ്റില്ല. പാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് എൻട്രി വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ പൊതുവായിട്ട് കാണുന്നത് നമ്മുടെ ഈ മഞ്ഞ വരകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണല്ലോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതെ, മഞ്ഞ വരകൾ ശരിക്കും ഒരു മതില് പോലെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ ഒരിക്കലും ആ മഞ്ഞ വര ക്രോസ് ചെയ്യാൻ പാടില്ല. ആ മഞ്ഞ വര ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വന്ന് നിങ്ങൾക്ക് അപകടം സംഭവിക്കും എന്നുള്ളതാണ്. ആ ഒരു വളവിലും കൈത്തത്തിലും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ആ മഞ്ഞ വര നിങ്ങൾ ഒരു കാരണവശാലും മുറിക്കരുത്. അത് നമ്മൾ നിയമപ്രകാരം ഈ ക്യാമറ വെച്ചിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ മുറിച്ച് കയറുന്നവരെ അതിനകത്ത് ഫൈൻ അല്ലെങ്കിൽ അതിനകത്ത് ഈ ഒഫൻസ് കുറ്റക്കാരായിട്ട് നമ്മൾ കണ്ടെത്തി പണിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മഞ്ഞ വര ഒരു കാരണം കൊണ്ട് നമ്മൾ മുറിച്ച് വിടാൻ പാടില്ല. രണ്ട് മഞ്ഞ വര വരച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഈ ഹിൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ഇതില് കൊക്ക ഒക്കെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ ഓവർടേക്കാൻ പാടില്ല. അതൊരു ഡിവൈഡർ പോലെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പുറത്ത് കൊക്കയൊക്കെയാണ്, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, വേറൊരു ഓപ്ഷൻ നമുക്ക് അവിടെ പോകാൻ നിർത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്ത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ആ രണ്ട് വര വരച്ചിട്ട് കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ ഹിൽ സ്റ്റേഷനിലൊക്കെയാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്ന വെള്ള വര കാണുന്നുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യമെങ്കിൽ നമുക്ക് അവിടെ രണ്ട് ട്രാക്ക് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരാം,
ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വാഹനം ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് അത് ഇടയ്ക്ക് ഈ മുറിഞ്ഞു കാണുന്ന അവിടെയുള്ള വര. പക്ഷെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ ഈ വരകളുണ്ട് ഈ സീബ്ര ക്രോസിംഗ് വളരെ കുറവാണല്ലോ. സാറ് പറഞ്ഞ സീബ്ര ക്രോസിംഗ് കൂടി പലരും ക്രോസ് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ പല സ്ഥലങ്ങളിൽ സീബ്ര ക്രോസിംഗ് ഇല്ല. സീബ്ര ക്രോസിംഗിന് കുറവ് നമ്മുടെ ഇതില് ആ ഒരു സംസ്കാരം തന്നെ വരേണ്ടിയിരിക്കുന്നു. അതെ, ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ 1/2 കിലോമീറ്ററോ കഴിഞ്ഞിട്ട് ഒരു ക്രോസിംഗ്, സീബ്ര ക്രോസിംഗ് മസ്റ്റായിട്ട് അവിടെ വയ്ക്കുക. അതിന് മുമ്പ് ഈ പെഡസ്ട്രിയന് പോകാൻ പറ്റുന്ന രീതിയിൽ ഫുട്പാത്ത് ഉണ്ടാക്കുക, അവിടെ ഒരു ഫെൻസിങ് ഉണ്ടാവുക, ഇവിടെ ഒരു ക്രോസിംഗ് പെഡസ്ട്രിയൻ ക്രോസിംഗ്, ഇപ്പൊ സീബ്ര ക്രോസിംഗ് മാറ്റി പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ് പറയുന്നത്, അത് വരച്ചിട്ട് അതിൽ കൂടെ മാത്രം ക്രോസ് ചെയ്യുന്ന ഒരു അവസ്ഥ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ ഒരു ആള് വന്നു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ നിർത്തി മറ്റാളെ ക്രോസ് ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങനെ ഒരു സംസ്കാരം വരുന്നതൊക്കെ നമുക്ക് ഭാവനയിൽ ഉണ്ട്. അത് നമുക്ക് ഇനി വരും കാലങ്ങളിൽ നമുക്കത് ആ ഭാവന പ്രവൃത്തിയിൽ വരുത്തേണ്ടത് നാമൊക്കെ തന്നെയാണ് പ്രവൃത്തിക്ക് കൊണ്ടുവരേണ്ടത്. വരകൾ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഒരു ലൈറ്റ് ഓഫായി നിൽക്കുമ്പോൾ ഏത് വരയുടെ മുന്നിലാണ് ഈ വാഹനങ്ങൾ നിൽക്കേണ്ടത്, അതിനെക്കുറിച്ചൊന്ന് പറയുക. അതെ, പിന്നെ ട്രാഫിക് ജംഗ്ഷൻ വരുന്ന സ്ഥലത്ത് അവിടെ ഒരു 2-3 വരകളൊക്കെ കാണാം. അതെ, വെള്ളം തുടർച്ചയായിട്ട് വരുന്ന ഒരു വരയുണ്ടാവും. അതിനപ്പുറത്ത് നമുക്ക് ഈ ക്രോസ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് സിഗ്നൽ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന സമയത്ത് അതിനപ്പുറം ക്രോസ് ചെയ്ത് നിർത്താൻ പാടില്ല. അതിന് മുമ്പായിരിക്കും പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ പൊസിഷൻ ഉള്ളത്. അവിടെ ഫ്രീ ആയിരുന്നെങ്കിൽ മാത്രമേ കാൽനടക്കാരന് നിർബാധം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രമാണ് നമുക്ക് ആ ജംഗ്ഷനിൽ വരുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഈ വരകൾ നമ്മളിപ്പോൾ സിറ്റിക്കകത്തുള്ളത് പറഞ്ഞു. ഹൈവേക്കകത്ത് വെറുതെ ഡിവൈഡർ പോലെ ഒരു വരകൾ മാത്രമേ പല സ്ഥലങ്ങളിലും കാണുന്നുള്ളൂ. അപ്പോൾ ഹൈവേയിൽ കൂടി പോകുന്ന വാഹനങ്ങൾക്ക് ശ്രദ്ധിക്കുവാനുള്ള കോഷൻസ് ഒന്നും പല സ്ഥലങ്ങളിലും കാണാറില്ല. അതെന്തുകൊണ്ടാണ്? അതെ, ഹൈവേയിൽ ഈ വരകളെല്ലാം തന്നെ ഇതുപോലെ തന്നെയുള്ള വരകൾ തന്നെയാണ് ഉള്ളത്. പിന്നെ തുടർച്ചയായിട്ടുള്ള വെള്ളവര, തുടർച്ചയായിട്ടുള്ള 2 വെള്ളവര, അവിടെ 2 വെള്ളവരകൾ ഹൈവേയിൽ കാണുന്ന ഒരു ഇതാണ്. തുടർച്ചയായിട്ട് 2 വെള്ളവരകളുണ്ട്. ക്യാമറകളൊക്കെ അവിടെയൊക്കെ അല്ലേ വെക്കേണ്ടത്? ക്യാമറകളൊക്കെ വെക്കുന്നുണ്ട് ഹൈവേയിൽ. നാഷണൽ ഹൈവേയിൽ ഇപ്പോ ചേർത്തല വരെ ഉള്ള ഇതില് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ തിരുവനന്തപുരം മുതൽ ചേർത്തല വരെ എത്ര ക്യാമറ പോയിന്റുകളുണ്ട്? എനിക്കൊന്ന് ഒരു 38ഓളം സ്ഥലങ്ങളിൽ ക്യാമറ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് പലരും അറിയുന്നില്ല. ഫ്ലാഷ് അടിച്ച് പിന്നെ അവർക്ക് ഈ മെമ്മോസ് കിട്ടുമ്പോഴായിരിക്കും. തിരുവനന്തപുരം ചേർത്തല വരെ പോകുമ്പോൾ 38 ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. 38 ക്യാമറകൾ കൊണ്ടായിരിക്കും നമുക്ക് ഫൈൻ അടിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പലതും അറിയുന്നില്ല ക്യാമറകൾ വരുന്നുണ്ടെന്നുള്ളത്. ഇനി ഈ ഹൈവേയിൽ കൂടി ധാരാളം അവിടെയാണ് ഇപ്പോൾ ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ട ആ ആക്സിഡൻറ്റുകളുടെ നേച്ചർ എന്തായിരുന്നു? ഏത് തരത്തിലായിരുന്നു ആക്സിഡൻറ്റ്? അശ്രദ്ധ കൊണ്ടാണോ, അതോ ഈ വരകളുടെ കുറവ് കൊണ്ടാണോ, അതോ ഓവർ സ്പീഡ് കൊണ്ടാണോ? ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, കാഴ്ച നഷ്ടപ്പെടുത്തുന്ന സംഭവം. രണ്ടാമത്, നമ്മൾ ചിന്ത നഷ്ടപ്പെടുന്ന കാര്യം. മൂന്നാമത്തത്, നമ്മള് ഈ കാഴ്ചയും ചിന്തയും കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യാനുള്ള താമസമോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുക. കാഴ്ച, ചിന്ത, പ്രവൃത്തി. അപ്പോൾ എനിക്കൊരു സംശയം സാർ, ചിന്ത എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ചിന്ത മാറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ വാഹനങ്ങളിൽ റേഡിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമൂലം ധാരാളം ആക്സിഡന്റ് ഉണ്ടായിക്കൂടെ? അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് പേപ്പർ നിരോധിക്കുന്നത് പോലെ ഇനി നാളെ ഈ റേഡിയോയും നിരോധിക്കുമോ? അത് അങ്ങനെ വേണ്ടി വന്നാൽ ആക്സിഡന്റ് കൂടുകയാണെങ്കിൽ. ഈ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു സംഗതി, പിന്നെ ഈ കാഴ്ച, ചിന്ത, പ്രവൃത്തി എന്നുള്ളത് കുറച്ചുകൂടെ അത് വിശദമാക്കി കൊണ്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കാഴ്ച നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ രാത്രി കാലങ്ങളിൽ ലൈറ്റാണ്. നമ്മുടെ കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്നത് ചിലപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിഷൻ ഉണ്ടാവാതിരിക്കാം. കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. കണ്ണ് പരിശോധിച്ചിട്ട് കണ്ണാടി വെച്ചിട്ടുണ്ടായിരിക്കില്ല. രാത്രി കാലങ്ങളിൽ നമുക്ക് ഇരുട്ടായതുകൊണ്ട് അപ്പുറം കാണാൻ പറ്റുന്നില്ല. ഒരിക്കലും നമ്മൾ കണ്ടെത്താ ദൂരത്തേക്ക് ഒരു വാഹനവുമായിട്ട് കയറിപ്പോകും. ഇതിനൊരു അഭിപ്രായം പറയാം. കണ്ടെത്താത്ത ദൂരത്തേക്ക് ഒരു വാഹനം കൊണ്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹമ്പ് ഉണ്ടാവാം,
അവിടെ ഒരു ഡിപ്പ് ഉണ്ടാവാം, ഒരു ഗട്ടർ ഉണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വണ്ടി കൊണ്ട് പോകും. എപ്പോഴും വിഷൻ നമുക്കൊരു പ്രധാനപ്പെട്ട സമയം. വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അയാളിപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുകയാണ്, ചിലപ്പോൾ ക്രോസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിഷൻ അയാളെ കണ്ടു, അപ്പോഴത്തേക്ക് ക്രോസ് ചെയ്ത് വന്നേക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് പ്രവർത്തിക്കുന്നു. ബ്രേക്ക് അമർത്തിയിട്ട് അയാളെ പോകാൻ കഴിയില്ല. അവിടെ ആ ഒരു സംഭവങ്ങൾ ഒഴിവായി. ഈ തുടർച്ചയായ ഒരു പ്രവർത്തനമാണ് കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഡ്രൈവിംഗ് നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വേണ്ടി തിരിച്ച് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സംഭവമാണ്. കാണുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ തുടർച്ചയായി എവിടെയെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് അപകടം മനസ്സിലായത്. അത് വളരെ ഇതാണ്. അപ്പോൾ ഇതിനെ ഹനിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഓഫൻസ് ആയിട്ട് കാണുന്നത്. ചിന്ത നഷ്ടപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോകുന്ന ആൾക്ക് ഇത് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയും. അയാളുടെ സംസാരിക്കുന്ന അതിന് കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ചിട്ടായിരിക്കും ഇയാളുടെ മാനവസവും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ചിന്ത നഷ്ടപ്പെടുമ്പോഴും പ്രവർത്തനവും തെറ്റായിട്ടുള്ള പ്രവർത്തനം വരുന്നു, അപകടം അവിടെ ഉണ്ടാവുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന അയാൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കും ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവർത്തനം കുഴപ്പമായി പോകും. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അയാളുടെ കാഴ്ചയും ശരിയാവാതെ വരും. ഇത് ആകെത്തുകയായിട്ട് വരുമ്പോൾ അപകടം ഉണ്ടാകുന്നതിന്റെ ഒരു സാധ്യത. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ രാത്രികാലങ്ങളിൽ ഇപ്പോൾ ഡിമ്മും ബ്രൈറ്റും പലരും ചെയ്യാറില്ല എന്നുള്ളതാണ്. പണ്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു, റോഡിൻ്റെ ആ ഗ്ലാസ്സിനകത്ത് നടുക്കൊരു പൊട്ടിടുക, അല്ലെന്നുണ്ടെങ്കിൽ പകുതി വരെ ബ്ലാക്ക് വരയ്ക്കുക, ഒട്ടിക്കുക എന്നുള്ളതുണ്ടായിരുന്നു. ആ സംവിധാനം വീണ്ടും വന്നാലേ കുറച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പോ ആ രീതിയിലുള്ള ഇത് മാറിക്കഴിഞ്ഞു. കാരണം ഇതിനകത്ത് ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ മുമ്പുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഒരു ആവശ്യകത ഇപ്പോൾ ഇല്ല. അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ പക്ഷെ പലരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് കത്തിച്ച് വരുന്നത്. ഇടുമ്പോൾ സമയത്ത് നല്ല റോഡിൽ ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ലൈറ്റ് സംവിധാനങ്ങൾ ഉള്ളത്. പക്ഷെ ചെയ്തു കൊടുക്കേണ്ടത് ഡിം ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ചെയ്യുന്നത്. അത് ഒരു അയാളുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ്, അയാൾ അത് ചെയ്യുന്നില്ല. അത് കാരണം ഈ കാഴ്ച, അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെടും. മറ്റേ സൈഡിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നമുക്ക് ഒന്ന് ഹൈ ബീം വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ക്ലിയർ ആവുന്നു, നമുക്ക് കയറി പോകാൻ പറ്റും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ശരിക്കും ഈ ഡിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തൃശ്ശൂർ, പാലക്കാട് റീജിയനിൽ ഇങ്ങനൊരു സംസ്കാരമേ ഉണ്ടാവും അങ്ങനെ അതെ, ഞാൻ അനുഭവത്താണ്. കാരണം അവരൊക്കെ ഹൈ ബീം കയറ്റി വെച്ചാണ് പോവുക. ചെറിയ വാഹനങ്ങളൊക്കെ പതിനൊക്കെ കിടന്നാവും കണ്ണൊക്കെ ഇങ്ങനെ ചോദിച്ചു തിരിച്ചു നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കുക. അങ്ങനെ എന്തുമാത്രം സ്ട്രെയിൻ അവിടെ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അവിടെയാണെങ്കിൽ റോഡ് ഒത്തിരി മോശമായിട്ടുള്ളൊരവസ്ഥ ഉള്ള സമയത്താണ് ഞാൻ ആദ്യം വാഹനം ഓടിച്ചത്. അപ്പോൾ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അൻവർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് സാർ? പ്രവൃത്തി അല്ലേ? കാഴ്ച, ചിന്ത, പ്രവൃത്തി. ഈ 3 കാര്യങ്ങളും നാം ഉൾക്കൊള്ളുമ്പോഴാണ് അപകടത്തിൻ്റെ സാധ്യത കുറയുന്നത്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും തെറ്റുപറ്റുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത്. മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാകണം. അപ്പോൾ അതിന് നമ്മൾ തന്നെയായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. ദയവായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അഥവാ അങ്ങനെ മൊബൈൽ ഫോൺ വന്നാൽ ദയവായി ഒരു വശത്ത് പാർക്ക് ചെയ്തതിന് ശേഷം അത് ഉപയോഗിക്കുക. അതുപോലെ സ്കൂട്ടർ യാത്രക്കാർ ഇന്നും ഇത്രത്തോളം മോട്ടോർ വാഹന വകുപ്പും ഗവൺമെൻറ്റും ഒക്കെ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നിട്ടും വീണ്ടും നാം അത് ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവന് വിലയുണ്ട്. നമ്മളെ കാത്ത് വീട്ടിൽ പലരും ഇരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി നാം സ്വയം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ഈ ചർച്ചകൾ തുടരുന്നതാണ്. വീണ്ടും ഇത് ശ്രദ്ധിക്കുക.